മേഖലകളിൽ ആദർശ പ്രചരണത്തിനും പ്രതിരോധത്തിനുമാണ് സംഘടന ഊർജം ചെലവഴിച്ചത്. ബഹുമാനപ്പെട്ട നബിയും അവിടുത്തെ സഹാബത്തും ആ സഹാബത്തിനോട് പിൻപറ്റിയതായ താബീങ്ങൾ, തബഴ് താബീങ്ങൾ അടക്കം ഇന്നേവരെ ഭൂമി ലോകത്ത് വിശ്വാസപരമായിട്ടും കർമ്മപരമായിട്ടും തസവുഫ് സംബന്ധമായിട്ടും എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്നുവോ ആ പ്രവർത്തനങ്ങൾ പ്രവർത്തനത്തിൽ കൊണ്ടുവരണം എന്നാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ജനങ്ങളോട് പറയുന്നത്. ആ പ്രവർത്തനം നിലനിർത്താനാണ് മഹാന്മാരായിരിക്കുന്ന മശായിഖന്മാർ ബരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ മഹാനവറുടെ നേതൃത്വത്തിൽ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിതമായത് ആ ആവശ്യത്തിനാണ്. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും കാലം മുതൽക്ക് നടന്നുപോകുന്ന പ്രവർത്തനങ്ങൾ അലങ്കോലപ്പെടുത്തി പ്രവർത്തിക്കുന്ന ചില വിദഗ്ധ പ്രസ്ഥാനക്കാർ പണ്ടുകാലത്ത് പുറപ്പെട്ടു. നമ്മുടെ കേരളത്തിലേക്ക് അവർ എത്തിച്ചേരുന്നത് കാലക്രമീണയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരവസരം മദീന പള്ളിയിലെ മിമ്പറയിൽ കയറി നിന്നുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിനാ, നമ്മളെ ഷാമിൽക്കും യമനിക്കും നീ ബർക്കത്ത് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ ഒരു വ്യക്തി പറഞ്ഞു വഫീ നജ്ദിനാ, യമനും ഷാമും നബിയെ തങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തിയല്ലോ, ബർക്കത്ത് കൊണ്ടുള്ള ദുആയിൽ ഉൾപ്പെടുത്തിയല്ലോ. ഞാൻ നജ്ദ് നാട്ടുകാരനാണ്, ആ നജ്ദിന്റെ കാര്യത്തിലും ദുആ ചെയ്യണം. അപ്പൊ റസൂല് പറഞ്ഞത് വമിൻഹാ യഖ്റുജു ഖർനു ശൈത്താൻ, ശൈത്താന്റെ പാർട്ടികൾ ആ നജ്ദിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ഐക്യസംഘക്കാർ സമ്മേളനങ്ങളിലൂടെ ആശയപ്രചരണം നടത്തിയപ്പോൾ സമസ്ത